ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതില് വൈദ്യുതിയുടെ വിവിധ തരത്തിലുള്ള ഫലങ്ങൾ, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ പ്രധാനമായിട്ടും രണ്ട് തരം ഫലങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഏതൊക്കെയായിരുന്നു? വൈദ്യുതിയുടെ താപഫലവും അതുപോലെ തന്നെയാണ് വൈദ്യുതിയുടെ പ്രകാശഫലവും. അപ്പോൾ വൈദ്യുതിയുടെ താപഫലത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പരിചയപ്പെട്ടത് നമ്മുടെ ജൂൾ നിയമവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താപഫലത്തിൽ പരിചയപ്പെട്ടത്. ആ താപഫലത്തിൽ നിന്ന് പിന്നെ നമ്മൾ പ്രകാശഫലത്തിലേക്ക് പോയി. ആ പ്രകാശഫലത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട പരിചയപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻകാൻഡസെന്റ് ലാമ്പ് അഥവാ ഫിലമെന്റ് ലാമ്പിന്റെ പ്രവർത്തനം പഠിച്ചു. പിന്നെ ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം പഠിച്ചു. അതിനുശേഷം നമ്മൾ LED കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പൊ ഇത്തരത്തില് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെ കുറിച്ചും പ്രകാശഫലത്തെ കുറിച്ചുമാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചത്. എങ്കിൽ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൈദ്യുതിയുടെ തന്നെ, അതിന്റെ തുടർച്ച തന്നെയാണ് വൈദ്യുതിയുടെ തന്നെ മറ്റൊരു ഫലമായ, അതായത് വൈദ്യുത കാന്തിക ഫലം. വൈദ്യുതിയുടെ കാന്തിക ഫലത്തെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഏതാണ്? വൈദ്യുതിയുടെ കാന്തിക ഫലം. അപ്പൊ വൈദ്യുതിയുടെ കാന്തിക ഫലത്തിന് വളരെ അധികം എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന പല വൈദ്യുത ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ എന്താണ്, ഈ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ കാന്തിക ഫലത്തിന് അതിൻ്റെതായ എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിലെ ഇലക്ട്രിക് മോട്ടോർ, അതുപോലെ തന്നെ ഫാന് തുടങ്ങിയവയൊക്കെ പ്രവർത്തിക്കുന്നത് എന്തുപയോഗിച്ചുകൊണ്ടാണ്? വൈദ്യുതിയുടെ കാന്തിക ഫലത്തെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പൊ വൈദ്യുതിയുടെ താപഫലവും പ്രകാശഫലവും ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു എങ്കിൽ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പരിചയപ്പെടാൻ പോകുന്നത് വൈദ്യുതിയുടെ എന്താണ്, കാന്തിക ഫലത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ അതുകൂടി എടുത്തുകൊടുക്കുക. കാരണം അതിൽ ഒരുപാട് ചിത്രങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ പാഠം പഠിക്കുന്നതിൽ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ആ പുസ്തകം കൂടി എന്ത് ചെയ്യുക, എടുത്തുകൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് കാന്തിക ഫലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. കാന്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, കാന്തത്തിന് മറ്റു കാന്തിക വസ്തുക്കളെ ആകർഷിക്കാനുള്ള എന്തുണ്ട്, കഴിവുണ്ട്. അപ്പൊ അതാണ് കാന്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ഇതൊരു ബാർ മാഗ്നറ്റ് ആണ് അല്ലെങ്കിൽ ബാർ കാന്തമാണ്. കാന്തത്തിന്റെ പ്രത്യേകത അതിന് എന്തുണ്ടായിരിക്കും? നോർത്ത് സൗത്ത് എന്ന് പറയുന്ന രണ്ട് ധ്രുവങ്ങൾ അല്ലേ, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും ആണല്ലോ. പിന്നെ കാന്തത്തിന്റെ കാന്തശക്തി നൽകുന്നത് കാന്തിക ബലരേഖകളാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാന്തത്തിന് കാന്തശക്തി നൽകുന്നത് അതിന്റെ കാന്തിക ബലരേഖകളാണ്. ഈ കാന്തിക ബലരേഖകൾ എപ്പോഴും നോർത്തിൽ തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കുന്നു? സൗത്തിൽ അവസാനിക്കുന്നു. കാന്തിക ബലരേഖകൾ എവിടെ തുടങ്ങുന്നു? നോർത്തിൽ തുടങ്ങുന്നു, എന്നിട്ട് എവിടെ അവസാനിക്കുന്നു? സൗത്തിൽ അവസാനിക്കുന്നു. അപ്പൊ കാന്തിക ബലരേഖകൾ എപ്പോഴും തുടങ്ങുന്നത് എവിടെയാണ്? നോർത്ത് പോളിൽ തുടങ്ങുന്നു, എന്നിട്ട് എവിടെ അവസാനിക്കുന്നു? സൗത്ത് പോളിൽ അവസാനിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കാന്തത്തിന് ചുറ്റാകെ ഉണ്ടാകുന്ന എല്ലാ കാന്തിക ബലരേഖകളോട് ചേർത്തുകൊണ്ട് നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ് കാന്തിക ഫ്ലക്സ് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? കാന്തിക ഫ്ലക്സ്. അപ്പോൾ ഒരു കാന്തത്തിന് ചുറ്റുമുള്ള എല്ലാ കാന്തിക ബലരേഖകളെ ചേർത്ത് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? കാന്തിക ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നു? കാന്തിക ഫ്ലക്സ്. ഇനി ഒരു കാന്തത്തിന് ചുറ്റും അതിന്റെ കാന്തശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു കാന്തത്തിന് ചുറ്റും അതിന്റെ കാന്തശക്തി അനുഭവപ്പെടുന്ന മേഖലയെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നു? കാന്തിക മണ്ഡലം എന്നാണ് പറയുന്നത്. എന്ത് പറയുന്നു? കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. ഓക്കെ, ഇനി കാന്തിക ബലരേഖകളുടെ മറ്റു പ്രത്യേകത നോക്കിയാൽ ഇവ പരസ്പരം എന്ത് ചെയ്യാറില്ല? കൂട്ടിമുട്ടാറില്ല. കാന്തിക ബലരേഖകൾ പരസ്പരം എന്ത് ചെയ്യാറില്ല? കൂട്ടിമുട്ടാറില്ല. കാന്തിക ബലരേഖകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കാന്തത്തിന്റെ രണ്ട് ധ്രുവങ്ങളിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കാന്തത്തിന്റെ ധ്രുവങ്ങൾ? കാന്തത്തിന് രണ്ട് ധ്രുവം ഉണ്ടെന്ന് നമുക്കറിയാം, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പൊ എന്താണ് ഈ കാന്തത്തിന്റെ ധ്രുവങ്ങൾ എന്ന് പറയുന്നത്? അതായത് ഒരു കാന്തത്തിന്റെ കാന്തശക്തി ഏറ്റവും കൂടുതലായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന്റെ രണ്ട് അഗ്രഭാഗങ്ങളിലായിട്ടാണ്. ഇവയെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നു? കാന്തിക ധ്രുവം. ഓക്കെ, അപ്പോൾ ഒരു കാന്തത്തിന്റെ കാന്തശക്തി ഏറ്റവും കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന അതിന്റെ രണ്ട് അഗ്രഭാഗങ്ങളിലാണ്. ഈ ഭാഗങ്ങളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? കാന്തിക ധ്രുവം എന്നെന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ധ്രുവങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ബാർ മാഗ്നറ്റ് ആണ്.
ഈ പാരമാഗ്നറ്റിലെ കാന്തിക ബലരേഖകൾ നോർത്തിൽ തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കുന്നു? സൗത്തിൽ അവസാനിക്കുന്നു. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങളുടെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു സോളിനോയിഡിന്റെ ചിത്രമാണ്. ഇതിന്റെ ചിത്രമാണ് സോളിനോയിഡിന്റെ ചിത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സോളിനോയിഡിന്റെ നോർത്ത് പോളെന്നും ഇവിടെ സോളിനോയിഡിന്റെ സൗത്ത് പോളെന്നും എന്ത് ചെയ്തിട്ടുണ്ട്? അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെയും സോളിനോയിഡിന്റെ നോർത്ത് പോളിൽ തുടങ്ങുന്ന കാന്തിക ബലരേഖകൾ എവിടെ അവസാനിക്കുന്നു? സൗത്ത് പോളിൽ എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. നോർത്ത് പോളിൽ തുടങ്ങുന്ന കാന്തിക ബലരേഖകൾ എവിടെ അവസാനിക്കുന്നു? സൗത്ത് പോളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവസാനിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആദ്യ ചിത്രത്തിലൂടെ ആ പാഠത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ഒരു പാരമാഗ്നറ്റും രണ്ടാമത് തന്നിരിക്കുന്നത് എന്താണ്? ഒരു സോളിനോയിഡുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തന്നിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തി പോവുക. അപ്പൊ ആ ചോദ്യം ഓരോന്നായിട്ട് ഞാൻ വായിക്കും, അതിന് ഉത്തരം പറയും. അപ്പൊ എന്ത് ചെയ്യുക? അതിൽ തന്നെ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഏതെല്ലാം കാന്തങ്ങളുടെ കാന്തിക മണ്ഡലങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അപ്പൊ ഏതെല്ലാം കാന്തങ്ങളുടെ കാന്തിക മണ്ഡലങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അപ്പൊ അതിന് ഉത്തരം നമുക്ക് എന്തെന്ന് എഴുതാം? ബാർ കാന്തത്തിന്റെയും വൈദ്യുത കാന്തത്തിന്റെയും അല്ലെങ്കിൽ താൽക്കാലിക കാന്തത്തിന്റെയും. അപ്പൊ ഇവിടെ ഈ കാന്തങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചുള്ള. ഇതൊരു പാരമാഗ്നറ്റാണ്, ഇത് സ്ഥിര കാന്തമാണ്. ഇത് എപ്പോഴും ഇതിന് എന്തുണ്ടായിരിക്കും? കാന്തശക്തി ഉണ്ടായിരിക്കും. അപ്പൊ ഇത് അതുകൊണ്ട് ഏത് തരം കാന്തമാണിത്? ഇത് സ്ഥിര കാന്തമാണ്. എന്നാൽ ഈ സോളിനോയിഡ് എന്ന് പറയുന്നത് വൈദ്യുതി കടന്നു പോകുമ്പോൾ മാത്രമേ എന്തായി മാറുന്നുള്ളൂ? കാന്തമായി മാറുള്ളൂ. അത്തരം കാന്തങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് താൽക്കാലിക കാന്തങ്ങൾ അഥവാ വൈദ്യുത കാന്തങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ അത്തരം കാന്തങ്ങളെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? താൽക്കാലിക കാന്തങ്ങൾ അഥവാ എന്തെന്ന് പറയും? വൈദ്യുത കാന്തങ്ങൾ. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ഇത് സ്ഥിരകാന്തമാണ്, ഇതെന്താണ്? താൽക്കാലിക കാന്തമാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ചോദ്യം ഇതായിരുന്നു, ഏതെല്ലാം കാന്തങ്ങളുടെ കാന്തിക മണ്ഡലങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അപ്പൊ അവിടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: ബാർ കാന്തത്തിന്റെയും വൈദ്യുത കാന്തത്തിന്റെയും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കാന്തിക മണ്ഡല രേഖകളുടെ ദിശ എങ്ങനെ തിരിച്ചറിയാം? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കാന്തിക മണ്ഡല രേഖകളുടെ ദിശ എങ്ങനെ തിരിച്ചറിയാം? അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം: കാന്തിക മണ്ഡല രേഖകൾ കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിൽ നിന്ന് ആരംഭിച്ച് ദക്ഷിണ ധ്രുവത്തിൽ എന്ത് ചെയ്യുന്നു? അവസാനിക്കും. നമ്മൾ പറഞ്ഞില്ലേ, കാന്തിക ബലരേഖകൾ എപ്പോഴും എവിടെ ആരംഭിക്കുന്നു? നോർത്ത് പോളിൽ തുടങ്ങിയിട്ട് എവിടെ എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു? സൗത്ത് പോൾ. അതായത് ഉത്തര ധ്രുവത്തിൽ തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കുന്നു? ദക്ഷിണ ധ്രുവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവസാനിക്കും. ഉത്തര ധ്രുവത്തിൽ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? ദക്ഷിണ ധ്രുവത്തിൽ എന്ത് ചെയ്യുന്നു? അവസാനിക്കും. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഒരു മാഗ്നറ്റിക് കോമ്പസിന്റെ സഹായത്താൽ ഇത്തരം കാന്തങ്ങളുടെ ധ്രുവത കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടെങ്കിൽ അപ്പൊ ഒരു കാന്തം നമുക്ക് കിട്ടി. ആ കാന്തത്തിൽ ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല, നോർത്ത് സൗത്ത് ഒന്നും അടയാളപ്പെടുത്തില്ല. അപ്പൊ ഈ കോമ്പസ് ഉപയോഗിച്ച് അതിന്റെ ധ്രുവം നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നാണ് ചോദ്യം. ഇപ്പൊ മാഗ്നറ്റിക് കോമ്പസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ ഒരു ആരോ വരുന്ന ഭാഗവും ഇങ്ങനെയാണ് അതിന്റെ നീഡിൽ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അപ്പൊ ഈ ആരോ വരുന്ന ഭാഗം എപ്പോഴും എന്തായിരിക്കും? നോർത്ത്. അപ്പൊ ഇത് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനം ഉപയോഗിച്ച് നോർത്ത് സൗത്ത് ഒന്നും അടയാളപ്പെടുത്തിയിരിക്കാത്ത ഒരു കാന്തത്തിന്റെ ധ്രുവത എങ്ങനെ തിരിച്ചറിയണമെന്നാണ് ചോദ്യം. എങ്ങനെ തിരിച്ചറിയാം? ഇതിന്റെ നോർത്ത് കൊണ്ട് ആ കാന്തത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. കാന്തത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ സൂചി വിഭ്രംശിക്കുന്നു, അതായത് വികർഷിക്കുന്നു എങ്കിൽ അത് ഏത് പോളായിരിക്കും? നോർത്ത്. കാരണം നോർത്തും തമ്മിൽ എന്ത് ചെയ്യും? വികർഷിക്കും. ഇനി ഈ സൂചി വികർഷിക്കുന്നില്ല, പകരം അതിനോട് ആകർഷിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഏത് ധ്രുവമായിരിക്കും? സൗത്ത് ആയിരിക്കും. കാരണം ഒരുപോലുള്ള ധ്രുവം, അതായത് സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? ആകർഷിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ കാന്തത്തെ സംബന്ധിച്ചിടത്തോളം സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് കാന്തസൂചി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? അതിന്റെ ധ്രുവത എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റുന്നു. ഇനി ഒരു ചോദ്യമുണ്ട്: ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കാന്തങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ആ പ്രധാനപ്പെട്ട വ്യത്യാസം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആ പ്രധാനപ്പെട്ട വ്യത്യാസം? ആദ്യത്തേത് ബാർകാന്തം, ഇത് സ്ഥിരകാന്തം. അപ്പൊ ബാർകാന്തം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരകാന്തമാണ്. രണ്ടാമത്തേത് വൈദ്യുത കാന്തം, ഇതെന്താണ്? താൽക്കാലിക കാന്തമാണ്. അപ്പൊ ബാർകാന്തം എന്ന് പറയുന്നത് സ്ഥിരകാന്തവും രണ്ടാമത് കൊടുത്തിരിക്കുന്ന വൈദ്യുത കാന്തം എന്ന് പറയുന്നത് എന്താണ്? താൽക്കാലിക കാന്തവുമാണ്. അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള എന്തെന്ന് അറിയപ്പെടുന്നത്?
പ്രധാനപ്പെട്ട വ്യത്യാസമൊന്നും ചെയ്യുന്നത് അറിയപ്പെട്ടത്. ഇവിടെ കിട്ടിയ ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിനുശേഷം വീണ്ടും നമ്മളൊരു അടുത്തൊരു പരീക്ഷണത്തിലേക്കാണ് പോകുന്നത്. ആ പരീക്ഷണവുമായി ബന്ധപ്പെട്ട 2 ചിത്രങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ ചിത്രം ഞാൻ ഇതിലേക്ക് വരയ്ക്കാം. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് നോക്കിക്കൊള്ളുക. ഇതൊരു മാഗ്നറ്റിക് എന്താണ് കാന്ത സൂചിയാണ്. ഓക്കെ, ഇതൊരു കാന്ത സൂചിയാണ്. ഈ കാന്ത സൂചിയുടെ ഇത് ഉത്തര ധ്രുവം, ഇത് ദക്ഷിണ ധ്രുവം. ഓക്കെ, അപ്പൊ എപ്പോഴും ആ നോർത്ത് സൗത്ത് ധ്രുവതയിൽ കാന്തം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് നോർത്ത് പോളും, ഇതതിന്റെ എന്താണ് സൗത്ത് പോളും. അങ്ങനെ ഇരിക്കുന്ന ഒരു കാന്ത സൂചിയുടെ തൊട്ടു മുകളിൽ അതിന് സമാന്തരമായി ഞാനൊരു ചാലകം, അതായത് എ ബി എന്ന് പറയുന്ന ഒരു ചാലകം എന്ത് ചെയ്തു വലിച്ചു പിടിക്കും. ഓക്കെ, അപ്പോൾ കാന്തസൂചിയുടെ തൊട്ടു മുകളിലായിട്ട് അതിന് സമാന്തരമായിട്ട് ഞാൻ എ ബി എന്ന് പറയുന്ന ഒരു ചാലകം വലിച്ചു പിടിക്കും. അപ്പൊ ഈ ചാലകത്തിന്റെ സ്വതന്ത്രമായ അഗ്രങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാറ്ററിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നു. ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു, ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു കാന്തസൂചി കൂടി എടുക്കുന്നു. അതിന്റെ ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം, അതിന് മുകളിലായിട്ട് എ ബി എന്ന് പറയുന്ന ചാലകം വലിച്ചു പിടിക്കുന്നു. സമാന്തരമായിട്ട് അതിന്റെ സ്വതന്ത്രമായ അഗ്രങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്ററിയിനകത്ത് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഈ 2 ചിത്രവും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക? 2 ചിത്രത്തിലും എ ബി എന്ന് പറയുന്ന ചാലകമുണ്ട്, 2 ചിത്രത്തിലും എന്തുണ്ട്, കാന്തസൂചിയുണ്ട്. ഇപ്പൊ ഈ 2 ചിത്രങ്ങൾ തമ്മിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് ഈ എ ബി എന്ന് പറയുന്ന ചാലകത്തിന് എ എന്ന് പറയുന്ന ഭാഗത്തെ ഞാൻ ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ വലിയ വര പോസിറ്റീവിനെയും ചെറിയ വര എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ചാലകത്തിന്റെ എ എന്ന് പറയുന്ന ഭാഗത്തെ ഞാൻ എന്തുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന ഭാഗത്തെ ഞാൻ എന്തുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ വൈദ്യുതി ഒഴുകുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, വൈദ്യുതി ഒഴുകുന്നത്. അപ്പൊ നമുക്കറിയാം വൈദ്യുതി എപ്പോഴും ഒഴുകുന്നത് എന്താണ്, പോസിറ്റീവിൽ നിന്ന് എങ്ങോട്ടാണ്, നെഗറ്റീവ്. അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് ഇതല്ലേ, അപ്പൊ ഇവിടുത്തെ വൈദ്യുതിയുടെ ദിശ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങോട്ട്, അതായത് എയിൽ നിന്ന് ബിയിലേക്കാണ് ഒന്നാമത്തെ ചിത്രത്തിൽ വൈദ്യുതി ഒഴുകുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ വൈദ്യുതി ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്, എയിൽ നിന്ന് എങ്ങോട്ടാണ്, ബിയിലേക്കാണ് വൈദ്യുതി ഒഴുകുന്നത്. എന്നാൽ രണ്ടാമത്തെ ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ഇതല്ലേ, അപ്പൊ ഇവിടെ വൈദ്യുതി ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്, ബിയിൽ നിന്ന് എയിലേക്ക്. ഒന്നാമത്തെ ചിത്രത്തിൽ വൈദ്യുതിയുടെ പ്രവാഹം എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ് എങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ വൈദ്യുതിയുടെ പ്രവാഹം എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എങ്ങോട്ടായിരിക്കും, എയിലേക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നാമത്തെ സർക്യൂട്ടില് സ്വിച്ച് ഓൺ ചെയ്തു. അപ്പൊ ഒന്നാമത്തെ സർക്യൂട്ടിൽ എന്ത് ഓൺ ചെയ്യുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇതിലൂടെ എന്ത് പ്രവഹിക്കും, വൈദ്യുതി പ്രവഹിക്കും. വൈദ്യുതി പ്രവഹിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു ഇവിടെ ഇരിക്കുന്ന കാന്തസൂചി പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വിഭ്രംസിക്കുന്നു. വിഭ്രംസിക്കുന്നു പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ചലിക്കുന്നത്, പെട്ടെന്ന് ഇത് തിരിയുന്നു. അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഇരുന്ന ഈ നോർത്ത് പോള് നോക്കിയപ്പോ പെട്ടെന്ന് എന്ത് ചെയ്തു, വെട്ടിത്തിരിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പൊ ഇവിടെ ഇരുന്ന സാധനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചലിച്ചു, അതായത് വെസ്റ്റിലേക്ക് എന്ത് ചെയ്തു, പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചലിച്ചതായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, കാണാനായിട്ട് പറ്റി. അപ്പൊ അതിന്റെ ഇവിടത്തെ ഭാഗം എന്ത് ചെയ്തു, ചലിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സൗത്ത് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇങ്ങോട്ട് ചലിച്ചു എന്നിട്ട് കാണാൻ പറ്റി. രണ്ടാമത്തെ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്തു. രണ്ടാമത്തെ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഇരുന്ന നോർത്ത് പോള് അവിടെ നിന്ന് ചലിച്ചത് ഈ താഴ്ഭാഗത്തേക്ക്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചലിച്ചത്, അതായത് കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ ചലിക്കുന്നതായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, കാണാനായിട്ട് പറ്റി. അപ്പൊ ഇങ്ങനെയായി തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റി.
അപ്പൊ രണ്ട് സർക്യൂട്ടിലെയും കാന്തസൂചിയുടെ നോർത്ത് പോളിന് ചലനമുണ്ടായി. ഒന്നാമത്തെ സർക്യൂട്ടിൽ കാന്തസൂചിയുടെ നോർത്ത് പോൾ ചലിച്ചത് എങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ്. എന്നാൽ രണ്ടാമത്തെ സർക്യൂട്ടിൽ കാന്തസൂചിയുടെ നോർത്ത് പോൾ ചലിച്ചത് എങ്ങോട്ടാണ്? ഈസ്റ്റിലേക്കാണ് ചലിച്ചത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാന്തസൂചി ഇത്രയും നേരം ചലിക്കാവുന്ന കാന്തസൂചി ഞാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴത്തേക്ക് ചലിക്കാനുള്ള അല്ലെങ്കിൽ വിഭ്രംശിക്കാനുള്ള കാരണം എന്തായിരിക്കും? അപ്പൊ സ്വാഭാവികമായിട്ട് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വൈദ്യുതി ഇതിലേക്ക് പ്രവഹിച്ചു. അപ്പൊ ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റാകെയായി ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. അപ്പൊ എന്താണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റാകെയായിട്ട് എന്തുണ്ടാകുന്നു? ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ഒരു കാന്തിക മണ്ഡലം. മനസ്സിലായോ? അപ്പൊ എന്താണ്? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റാകെയായിട്ട് എന്തുണ്ടാകുന്നു? കാന്തിക മണ്ഡലം. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന ചാലകത്തിന് ചുറ്റാകെയായിട്ട് എന്തുണ്ടായി? ഒരു കാന്തിക മണ്ഡലം ഉണ്ടായി. എ ബി എന്ന് പറയുന്ന ചാലകത്തിന് ചുറ്റാകെയായിട്ട് എന്തുണ്ടായി? ഒരു കാന്തിക മണ്ഡലം ഉണ്ടായി. അപ്പൊ ഈ കാന്തസൂചിക്ക് ചുറ്റാകെയായിട്ട് നേരത്തെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടല്ലോ, അത് കാന്തമാണല്ലോ. അപ്പൊ ഇതിന് ചുറ്റാകെ നേരത്തെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കാന്തിക മണ്ഡലവും ഇതിന്റെ കാന്തിക മണ്ഡലവും തമ്മിൽ ചിലപ്പോ എന്ത് ചെയ്യാം? ആകർഷിക്കാം. ചിലപ്പോ എന്ത് ചെയ്യാം? വികർഷിക്കാം. ആ ആകർഷണത്തിന്റെയോ വികർഷണത്തിന്റെയോ ഫലമായിട്ടാണ് ഇവിടെ കാന്തസൂചി എന്ത് ചെയ്തത്? വിഭ്രംശിച്ചത്. അതായത് ഈ രണ്ട് കാന്തിക മണ്ഡലങ്ങളും തമ്മിൽ ഒരു പരസ്പര പ്രവർത്തനം നടന്നു. ഈ രണ്ട് കാന്തിക മണ്ഡലങ്ങളും തമ്മിൽ എന്ത് ചെയ്തു? ഒരു പരസ്പര പ്രവർത്തനം നടന്നു. ആ പരസ്പര പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ കാന്തസൂചി എന്ത് ചെയ്തത്? വിഭ്രംശിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ കാന്തസൂചി എന്ത് ചെയ്തത്? വിഭ്രംശിച്ചത്. മനസ്സിലായ? അപ്പോ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റാകെ എന്ന് പറഞ്ഞാൽ ചാലകത്തിന് ചുറ്റാകെയായിട്ട് ഒരു കാന്തിക മണ്ഡലം എന്ത് ചെയ്യുന്നുണ്ട്? രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റാകെയായിട്ട് ഒരു കാന്തിക മണ്ഡലം എന്ത് ചെയ്യുന്നുണ്ട്? രൂപപ്പെടുന്നുണ്ട്. ഇവിടെ ആ കാന്തിക മണ്ഡലവും കാന്തസൂചിയുടെ കാന്തിക മണ്ഡലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കാന്തസൂചിക്ക് എന്തുണ്ടായത്? വിഭ്രംശനം എന്ത് ചെയ്തത്? ഉണ്ടായത്. ഇനി ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടത്തെ നോർത്ത് പോൾ ചലിച്ചത് ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? ഈ വെസ്റ്റിലേക്കാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ചലിച്ചു. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ചലിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അപ്രദക്ഷിണ ദിശയാണ്. ഏത് ദിശ? അപ്രദക്ഷിണ ദിശ അല്ലെ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്കിന്റെ സൂചി എപ്പോഴും അങ്ങോട്ടല്ലേ ചലിക്കുള്ളൂ, അതിന്റെ ഓപ്പോസിറ്റ് തിരിച്ചല്ലേ? അപ്പൊ ഇവിടത്തെ ഒന്നാമത്തെ ചിത്രത്തിലെ നോർത്ത് പോളിന്റെ ചലനം ഏത് ദിശയിലാണ്? അപ്രദക്ഷിണ ദിശ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴേക്ക് കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ചലിച്ചത്. അപ്പൊ അതിനെ നമ്മൾ ഏതെന്ന് പറയും? പ്രദക്ഷിണ ദിശ, അല്ലെങ്കിൽ എന്തെന്ന് പറയും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഒന്നാമത്തെ ചിത്രത്തിലെ നോർത്ത് പോളിന്റെ ചലനം അപ്രദക്ഷിണ ദിശ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും രണ്ടാമത്തെ ചിത്രത്തിലെ നോർത്ത് പോളിന്റെ ചലനം എന്ന് പറയുന്നത് പ്രദക്ഷിണ ദിശ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനുമാണ് എന്തുണ്ടായത്? ചലനം എന്ത് ചെയ്തത്? ഉണ്ടായത്. ഇവിടെ കിട്ടിയ ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ പുസ്തകത്തിൽ തന്നെ എഴുതി പോവുക, നോക്കിക്കൊള്ളുക. അതിനു മുമ്പായിട്ട് ഈ വൈദ്യുത കാന്തിക ഫലത്തെ കുറിച്ച് ഏറെ എന്താണ് പരീക്ഷണങ്ങൾ നടത്തി പ്രശസ്തനായ ഒരു സയന്റിസ്റ്റിനെയാണ് നിങ്ങൾക്ക് അവിടെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റർ. അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയ സയന്റിസ്റ്റാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: കാന്തസൂചിയുടെ ഉത്തര ധ്രുവം വ്യതിചലിച്ച ദിശ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കാം. അതിന് താഴെ ഒരു പട്ടികയുണ്ട്, അത് നമുക്ക് പൂർത്തിയാക്കാം. അതിന് മുന്നോടിയായിട്ട് വീണ്ടും ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്കാകുമ്പോൾ ചാലകത്തിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹം ഏത് ദിശയിലായിരിക്കും? അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: വൈദ്യുതി കടന്നു പോകുന്നത് എയിൽ നിന്ന് എങ്ങോട്ടാണ്? ബിയിലേക്ക്. വൈദ്യുതി കടന്നു പോകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? എയിൽ നിന്ന് എങ്ങോട്ടാണ്? ബിയിലേക്കാണ്. അങ്ങനെ വൈദ്യുതി എയിൽ നിന്ന് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇലക്ട്രോണുകൾ ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്നാണ് ചോദ്യം. ഇലക്ട്രോണുകൾ ഒഴുകുന്നതിന് ബിയിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? എയിലേക്ക്. അപ്പൊ വൈദ്യുതി എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിന്റെ പ്രവാഹം എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ബിയിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? എയിലേക്കായിരിക്കും. അപ്പോ അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇലക്ട്രോണുകളുടെ പ്രവാഹം ബിയിൽ നിന്ന് എങ്ങോട്ടായിരിക്കും?
എയിലേക്കായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആ പട്ടികയിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ പട്ടിക പറയുന്നത് നമ്മൾ ഈ ചെയ്ത പരീക്ഷണമാണ്. അതായത് ഈ കാന്തസൂചിയുടെ മുകളിലായിട്ടാണ് നമ്മൾ എന്ത് പിടിച്ചിരിക്കുന്നത്? ചാലകം പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പൂരിപ്പിക്കാം. ഒന്ന്, വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ വൈദ്യുത പ്രവാഹ ദിശ എവിടെ നിന്ന് ഇങ്ങോട്ട്? എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ നോർത്ത് പോൾ എങ്ങോട്ടേ ചലിച്ച? നോർത്ത് പോൾ ഇങ്ങോട്ടല്ലേ ചലിച്ച. അപ്പൊ അവിടെ എഴുതുക അതേത് ദിശ? അപ്രദക്ഷിണ ദിശ. അപ്പൊ അവിടെ എഴുതിക്കൊള്ളുക അപ്രദക്ഷിണ ദിശ. അപ്പൊ ആ പട്ടിക പൂരിപ്പിക്കാനായിട്ട് അവിടെ എഴുതിക്കൊള്ളുക എന്താണ്? അപ്രദക്ഷിണ ദിശ. ഇനി രണ്ടാമത്തെ കോളം. രണ്ടാമത്തെ കോളത്തിൽ പറയുന്നത് വൈദ്യുത പ്രവാഹം ബിയിൽ നിന്ന് എയിലേക്ക്. ഇതാ നമ്മൾ ഈ പറഞ്ഞ ചിത്രം. ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ നോർത്ത് പോൾ ചലിച്ചത് ഇങ്ങോട്ടല്ലേ? ഈസ്റ്റിലേക്കല്ലേ? കിഴക്കോട്ടല്ലേ? അപ്പൊ അതേതാണ്? പ്രദക്ഷിണ ദിശ. അപ്പൊ അവിടെ എഴുതിക്കൊള്ളുക പ്രദക്ഷിണ ദിശ. ഇനി പരീക്ഷ വീണ്ടും ആവർത്തിക്കാൻ പറയുന്നുണ്ട്. ആവർത്തിച്ചിട്ട് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പരീക്ഷ ആവർത്തിക്കുമ്പോൾ പറയുന്നു, ഇപ്പൊ നമ്മൾ ചാലകം പിടിച്ചിരിക്കുന്നത് മുകളിലാണെങ്കിൽ ചാലകം കാന്തസൂചിയുടെ താഴ്ഭാഗത്തായിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക? പരീക്ഷണം ആവർത്തിക്കാനാണ് പറയുന്നത്. അങ്ങനെ താഴ്ഭാഗത്തായിട്ടാണ് പിടിച്ചിട്ട് പരീക്ഷണം ആവർത്തിക്കുന്നതിൽ ഒന്ന്, വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ആകുമ്പോൾ അപ്പുറത്ത് എഴുതിക്കൊള്ളുക പ്രദക്ഷിണ ദിശ. ഇതെന്ന് എഴുതുക പ്രദക്ഷിണ ദിശ. ഇനി രണ്ട്, വൈദ്യുത പ്രവാഹ ദിശ ബിയിൽ നിന്ന് എയിലേക്ക്. ബിയിൽ നിന്ന് എയിലേക്ക് ആണെങ്കിൽ അവിടെ എഴുതിക്കൊള്ളുക അപ്രദക്ഷിണ ദിശ. അവിടെ എന്താ എഴുതുക? അപ്രദക്ഷിണ ദിശ എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിന്റെ ഫലമായി ആ ചാലകത്തിന് ചുറ്റാകെയായിട്ട് ഒരു എന്ത് രൂപപ്പെടുന്നു? കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഇത് രൂപപ്പെടുന്നു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അടുത്ത ചിത്രത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത പരീക്ഷണത്തിലേക്ക് നമുക്ക് പോവാം. ഇതൊരു കാർബോർഡാണ്. എന്താണ്? ഒരു കാർബോർഡ്. ഇതിലേക്ക് ഒരു ചാലകം എടുത്ത് ഞാൻ ഇങ്ങനെ കുത്തി വെക്കുകയാണ്. ഓക്കെ, ഇത് അതിന്റെ ബാക്കി വരുന്ന ഈ ഫ്രീ ആയിട്ടുള്ള എന്താണ് അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ബാറ്ററിയുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ കുത്തി ഇറങ്ങി വെച്ചിരിക്കണം. പകുതി ഭാഗം മുകളിലും പകുതി ഭാഗം താഴെ, കാർബോർഡിന്റെ താഴെയായിട്ട്. ഇവിടെ ഇങ്ങനെ ഇത് വന്ന് ചേരുന്ന ഭാഗത്ത് ഞാൻ എക്സ് എന്നും ഇതിന് എന്തെന്ന് കൊടുക്കും? വൈ എന്നും കൊടുക്കും. ഇതിനെ ഞാൻ എ ബി സി ഡി എന്നും ചെയ്തു അടയാളപ്പെടുത്തും. അപ്പൊ ഇതേ ചിത്രമാണ് നിങ്ങളുടെ പുസ്തകത്തിൽ എന്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കൊള്ളുക, പുസ്തകത്തിലേക്ക് നോക്കിക്കൊള്ളുക. ഒരു കാർബോർഡിലൂടെ വൈദ്യുത ചാലകം കടത്തി ലംബമായി നിൽക്കുന്ന വിധത്തിൽ ക്രമീകരിക്കുക. കാർബോർഡിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങൾ എക്സ് വൈ എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഒരു മാഗ്നറ്റിക് കോമ്പസിന്റെ സഹായത്താൽ കാർബോർഡിലെ ബിന്ദുവായ എക്സിന് ചുറ്റുമുള്ള സ്ഥാനങ്ങളിൽ ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോഴുള്ള കാന്തിക മണ്ഡല ദിശ അടയാളപ്പെടുത്തി താഴെ തന്നിട്ടുള്ള വർക്ക്ഷീറ്റ് പൂർത്തിയാക്കൂ എന്നാണ് ചോദ്യം. അതിന്റെ താഴെ ചോദിക്കുന്ന ചോദ്യം, സർക്യൂട്ടിൽ എക്കും ബിക്കും ഇടയിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ എയിൽ നിന്ന് ബിയിലേക്കാണോ ബിയിൽ നിന്ന് എയിലേക്കാണോ? നമുക്ക് ഇവിടെ വലിയ വര ഇതല്ലേ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, അപ്പൊ വൈദ്യുതി ഒഴുകുന്ന എയിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? ബിയിലേക്ക്. എക്സിലെ വൈദ്യുതി ഒഴുകുന്ന എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? എയിൽ നിന്ന് ബിയിലേക്ക്. വൈ വരുമ്പോഴോ സിയിൽ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? ഡിയിലേക്ക്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തുണ്ടാകും? കാന്തിക മണ്ഡലം ഉണ്ടാകും. ഈ കാന്തിക മണ്ഡലത്തിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താകൃതിയായിരിക്കും? വൃത്താകൃതിയായിരിക്കും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന എക്സിൽ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം എപ്പോഴും അപ്രദക്ഷിണ ദിശയിലായിരിക്കും. വൈയിൽ ഉണ്ടാകുന്ന ഏതിലായിരിക്കും? പ്രദക്ഷിണ ദിശയിലായിരിക്കും. അപ്പൊ എക്സിൽ ഉണ്ടാകുന്നത് ഏത് ദിശയിലായിരിക്കും? അപ്രദക്ഷിണ ദിശയിലും. വൈയിൽ ഉണ്ടാകുന്നതായിരിക്കും പ്രദക്ഷിണ ദിശ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വൈദ്യുതി എയിൽ നിന്ന് ബിയിലേക്ക് പോയപ്പോഴത്തേക്ക് അപ്രദക്ഷിണ ദിശയിലാണ് ചലനം ഉണ്ടായത്. ബിയിൽ നിന്ന് എയിലേക്ക് പോയപ്പോഴത്തേക്ക് പ്രദക്ഷിണ ദിശയിലാണ് എന്ത് ചെയ്യുന്നത്? ചലനം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ചലനം അല്ലെങ്കിൽ ഈ വൈദ്യുത കാന്തിക മണ്ഡലത്തിന്റെ ഈ ദിശ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമമാണ് മാക്സ്വെല്ലിന്റെ വലത് കൈ നിയമം, അല്ലെങ്കിൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം എന്നാണ് അതിനെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്തെന്ന് പറയും? വലത് കൈ പെരുവിരൽ. അതായത് നമ്മുടെ വലത് കൈ ഉപയോഗിച്ചാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കണ്ടുപിടിക്കുന്നത് എന്താണ്?
ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന എന്തിന്റെ ദിശ? കാന്തിക മണ്ഡലത്തിന്റെ ദിശ. എന്തിന്റെ ദിശയാണ്? കാന്തിക മണ്ഡലം. അപ്പോ ഒരു ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന നിയമമാണ് മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം. അപ്പൊ നോക്കുക, അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഇതൊരു ചാലകമാണെന്ന് സങ്കല്പിക്കുക. ഈ ചാലകത്തില് വൈദ്യുതി എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പൊ ഇവിടെ വൈദ്യുതി പോകുന്നത് താഴെ നിന്ന് മുകളിലേക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ വൈദ്യുതി പോകുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? താഴെ നിന്ന് മുകളിലേക്ക്. അങ്ങനെയാണെങ്കിൽ മാക്സ്വെൽ പറയുന്നു, വൈദ്യുതി പോകുന്ന ദിശയിൽ വലത് കൈയുടെ തള്ളവിരൽ വരത്തക്ക വിധം ചാലകത്തെ മുറുകെ പിടിക്കുക. എന്താണ്? വൈദ്യുതി കടന്നു പോകുന്ന ദിശയിൽ വലത് കൈയുടെ തള്ളവിരൽ വരത്തക്ക വിധം ചാലകത്തെ മുറുകെ പിടിക്കുക. അപ്പൊ അതായത് ഈ ചാലകത്തിന്റെ വൈദ്യുതി കടന്ന മുകളിലോട്ടല്ലേ, അപ്പൊ മുകളിലോട്ട് എന്റെ വലത് കൈ വരത്തക്ക രീതി അതിന് മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പിടിക്കുന്നത്. കണ്ടോ? അപ്പൊ വൈദ്യുതി പോകുന്ന എങ്ങോട്ടാണ്? മുകളിലേക്ക്. മുകളിലേക്ക് തന്നെ ആയിരിക്കണം തള്ളവിരലിരിക്കണം. അപ്പൊ എന്റെ ബാക്കി 4 വിരലുകളിൽ ആ 4 വിരലുകളുടെ അഗ്രം എങ്ങോട്ടാണോ ഇരിക്കുന്നത് അങ്ങോട്ടായിരിക്കും ആരുടെ ദിശ? നമ്മുടെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ. മനസ്സിലായോ? അപ്പൊ വൈദ്യുതി മുകളിലേക്ക് ഒഴുകുന്നു. അപ്പൊ എന്റെ ബാക്കി വിരലുകളുടെ ഇങ്ങോട്ടല്ലേ ഇരിക്കുന്ന. അപ്പൊ കാന്തിക മണ്ഡലം വൃത്താകൃതിയിലല്ലേ ഇങ്ങനെയുള്ള വൃത്തമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന വൃത്തം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? അപ്രദക്ഷിണം, ആന്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ ഉണ്ടാകുന്ന എപ്പോഴും എന്തായിരിക്കും? അപ്രദക്ഷിണം അഥവാ എന്തെന്ന് പറയും? ആന്റി ക്ലോക്ക് വൈസ്. ഇനി തിരിച്ച് വൈദ്യുതി താഴേക്കാണ് പോകുന്നത് വിചാരിക്കുക. താഴേക്കാണ് പോകുന്നത്, തള്ളവിരൽ എങ്ങോട്ട് വരണം? താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കണം. അപ്പൊ എന്റെ ബാക്കി വിരലുടെ ഇങ്ങോട്ടല്ലേ ഇരിക്കുന്ന. അപ്പൊ ഇങ്ങോട്ടാകുന്നത് ഇങ്ങനെയായിരിക്കും. ക്ലോക്കിന്റെ സൂചി കറങ്ങുന്ന അതേ ദിശയിൽ. അപ്പൊ അതേതാണ്? പ്രദക്ഷിണ ദിശ. ഇതാണ് പ്രദക്ഷിണ ദിശ. അപ്പോ നമ്മൾ പഠിച്ച നിയമത്തിന്റെ പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം. എന്താണ്? മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം. അപ്പൊ മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമത്തിൽ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ പെരുവിരൽ നിയമം ഉപയോഗിക്കുന്നത്, ഒരു ചാലകത്തിന് ചുറ്റാകെ ഉണ്ടാകുന്ന വൈദ്യുത മണ്ഡലത്തിന്റെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്താനാണ് വലത് കൈ പെരുവിരൽ നിയമം ഉപയോഗിക്കുന്നത്. എന്താണ്? ഒരു ചാലകത്തിന് ചുറ്റാകെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വലത് കൈ പെരുവിരൽ നിയമം എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ആ നിയമത്തിൽ അദ്ദേഹം പറയുന്നത്, വൈദ്യുതി കടന്നു പോകുന്ന ദിശയിൽ നമ്മുടെ തള്ളവിരൽ വരത്തക്ക വിധം വലത് കൈ കൊണ്ട് ചാലകത്തെ ചുറ്റിപ്പിടിക്കുക. പിടിക്കുന്ന സമയത്ത് ബാക്കി വിരലുകളുടെ അഗ്രം സൂചിപ്പിക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ കാന്തിക മണ്ഡലത്തിന്റെ ദിശയാണ്. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. നിങ്ങളുടെ അടുത്ത ചിത്രത്തിൽ പറയുന്നത്, അപ്പൊ ഇവിടെ ഉണ്ടാകുന്നത് വൃത്താകൃതിയിലല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് പറയുന്നത് അപ്രദക്ഷിണമല്ലേ? ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ പ്രദക്ഷിണമാണ്. അപ്പൊ ഇങ്ങോട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ രണ്ടും 2 ദിശയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവ ഇങ്ങനെ വലുതായി വരുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ മധ്യഭാഗത്ത് എത്തുമ്പോൾ കൂട്ടി മുട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാന്തിക ബലരേഖകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഏകദേശം മധ്യഭാഗം എത്തുന്ന സമയത്ത് ഈ കാന്തിക ബലരേഖകൾ ഇങ്ങനെ സമാന്തരമായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ കാന്തിക ബലരേഖകളുടെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാന്തിക ബലരേഖകൾ പരസ്പരം എന്ത് ചെയ്യാറില്ല? കൂട്ടിമുട്ടാറില്ല. അപ്പൊ അതായത് ഏകദേശം ഇതിനെ മധ്യഭാഗത്ത് എത്തുമ്പോൾ അവ പരസ്പരം കൂട്ടിമുട്ടാതെ സമാന്തരമായി പോകുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റാകെയായിട്ട് എന്തുണ്ടാകുന്നു? ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. ആ കാന്തിക മണ്ഡലത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് വൃത്താകൃതിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന നിയമമാണ് മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വൈദ്യുതിയുടെ ദിശ തന്നെയാണ്. വൈദ്യുതി കടന്നു പോകുന്നത് നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കിയാൽ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയും എന്തായി മാറുന്നു? ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്.